സഞ്ചി നിറച്ച് കൊണ്ടുപോണതാ. ഞാൻ കാണാറുണ്ട്, ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്, ബിരിയാണി മുഴുവൻ വാങ്ങാറുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്നില്ല, ഇത് ആർക്കെങ്കിലും കൊടുക്കും. രാത്രി നുറുക്കുണ്ടാക്കും, രാവിലെ കടല വറക്കും. വയ്യാന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. വയ്യെങ്കിലും നമ്മൾ പണിയെടുക്കണം അല്ലേ? പണിയെടുക്കുക, പവർ കാട്ടുക, പണിയെടുക്കുക, പവർ കാട്ടുക, അത്രേ. എനിക്ക് പറ്റണത് ഞാൻ ചെയ്ത് ഡെയിലി കൊണ്ടുവരും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് കേട്ടോ. ഇവിടെ മിക്കവാറും വരാറുണ്ട്. അപ്പോൾ ഒരു ചേച്ചിയെ കാണാനിടയായി. ചേച്ചിയുടെ ഈ വണ്ടിയുടെ ബാക്കിലായിട്ട് കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താ? ശ്യാമള. ശ്യാമള ചേച്ചി. ശ്യാമള ചേച്ചിയുടെ വീട് എവിടാ? ചെറുവത്താനി. എവിടെയാ? ചെറുവത്താനി. ഓക്കെ. രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? 9 മണി. 9 മണിക്ക് ഇറങ്ങും. ഈ സാധനങ്ങളൊക്കെ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ട്. ചേട്ടന് മറ്റെന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഓക്കെ. എന്നിട്ട് എങ്ങനെ ഓരോ ദിവസം വീട്ടിൽ പോയിട്ട് രാത്രി നുറുക്കുണ്ടാക്കും, രാവിലെ കടല വറക്കും, ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഉണ്ണിയപ്പം ഉണ്ടാവും. ഉണ്ണിയപ്പം എങ്ങനെ വെളുപ്പിനാണോ ഉണ്ടാക്കുന്നത്? പുലർച്ചെ 4 മണിക്ക് ഉണ്ടാക്കും. അതുമായിട്ട് എത്ര കിലോമീറ്റർ താണ്ടിയാണ് ചേച്ചി ഈ ഒരു പുന്നത്തൂർ ആനക്കോട്ടയിൽ വരുന്നത്? 8-10 കിലോമീറ്റർ ഉണ്ടാവും. 10 കിലോമീറ്റർ ഉണ്ടാവും. കഴിഞ്ഞിട്ട് പോകുമ്പോൾ എത്ര മണിയാവും ഏകദേശം? 5 മണി 4 മണി. അത്രയും ലേറ്റ് ആവും. അപ്പോൾ ഹസ്ബൻഡും സഹായിക്കും. ചേച്ചിയുടെ ഇപ്പം ബൈക്കിലായിട്ടിരിക്കുന്നതാണ് ഐറ്റംസ് അല്ലേ? അതെ. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? മുറുക്ക്, മസാലക്കടല, സാദാ കടല, ഉണ്ണിയപ്പം. അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഇവിടെ ഇച്ചിരി തിരക്കുള്ള സ്ഥലമാണല്ലോ. ആനയെ കാണാൻ വരുന്നവരൊക്കെ അത്യാവശ്യം ചേച്ചിയുടെ ഒന്ന് വാങ്ങിക്കുമെന്ന് തോന്നുന്നല്ലേ? ബാക്കിയൊന്നും വരാറില്ല. എനിക്ക് പറ്റണത് ഞാൻ ചെയ്ത് ഡെയിലി കൊണ്ടുവരും. എത്ര പാക്കറ്റൊക്കെ ചെയ്യും ഒരു ദിവസം എല്ലാം കൂടി? അങ്ങനെ നോക്കിയാ ഒരു 25 പാക്കറ്റ് മുറുക്ക്, ഒരു 25-30 പാക്കറ്റ് ഉണ്ണിയപ്പം, കടല 10, 50, 60 ഒക്കെ പോകും. ഓക്കെ. ഈ വണ്ടിയൊക്കെ ചേച്ചിക്ക് ആരെങ്കിലും സഹായിച്ചാണോ? വണ്ടി ഞങ്ങളുടെ സംഘടന തന്നുള്ളതാണ്. കപ്പലണ്ടി ഉണ്ട്, കണ്ട കപ്പലണ്ടി, മസാല കപ്പലണ്ടി, മുറുക്കുണ്ട്, അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ട്. ഫ്രഷ് ആയിട്ട് ഡെയിലി ഫ്രഷ് ആണല്ലേ? 10-12 കിലോമീറ്റർ താണ്ടിയാണ് ചേച്ചി ഇവിടെ കച്ചവടത്തിന് വരുന്നതും അല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കി ചിരിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴാണ് ചേച്ചിയുടെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നതും ചേച്ചിയെക്കുറിച്ച് അറിയുന്നത്. സന്തോഷം. എന്തായാലും വീഡിയോസൊക്കെ ശ്രദ്ധിക്കും അല്ലേ? ശ്രദ്ധിക്കാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ ഇവിടെ വന്നു. ചേച്ചിയുടെ ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്തായാലും നിങ്ങൾ ആനയെ കാണാനൊക്കെ വരും പുന്നത്തൂർ ആനക്കോട്ടയിൽ. അപ്പോൾ ചേച്ചിയുടെ ഓരോ പാക്കറ്റ് സാധനങ്ങളൊന്ന് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അത് തന്നെ സന്തോഷം. അതെ, ഈ പെൺകുട്ടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എല്ലാവരും വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. 2 വാങ്ങിയ ആൾക്കാർ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും 4, 5 വാങ്ങിപ്പോവും. ഞാൻ ചോദിക്കട്ടെ, ചേച്ചിക്ക് ഇങ്ങനെ ജന്മന ഇങ്ങനെ തന്നെയാണോ? അല്ല, പോളിയോ വന്നേ അല്ലേ? അതിന്റെ ജോലി ഉണ്ടായിരുന്നു, പെൻഷനായ ആളാണ്. വെറുതെ ഇരിക്കുന്ന ആളൊന്നല്ലായിരുന്നു. വെറുതെ ഇരിക്കുന്ന ആളല്ല. എന്ത് ജോലിയായിരുന്നു? വെറ്റിനറിയിലായിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു കച്ചവടം തുടങ്ങി അല്ലേ? സന്തോഷം. വീട്ടിലിരുന്ന് ബോറടിക്കണ്ടല്ലോ അല്ലേ? നമ്മുടെ വണ്ടിക്കകത്ത് ഈ ഒരു വണ്ടിക്കകത്ത് ഒരു കച്ചവടം അങ്ങ് തുടങ്ങാമെന്ന് കരുതി. അപ്പം ഈ പോകുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോൾ ഈ ആനയെ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് കേട്ടോ, നമ്മുടെ പുന്നത്തൂർ ആനക്കോട്ടയിൽ. അപ്പോൾ ഞാൻ മിക്കവാറും ഇവിടെ വരാറുണ്ട്. ഉണ്ണിയപ്പം, ഇവിടെ മുറുക്കിരിപ്പുണ്ട്, കപ്പലണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്ന് എടുക്കാം. ചേച്ചി ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ? നമ്മൾ വന്ന് ഇവിടെ എൻ്റെ വീഡിയോയും കൂടെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു അലമാരി കൊടുക്കുന്ന കണ്ട് എനിക്ക് വയ്യ, തകർത്ത്. അപ്പോൾ എന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാം കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ചേട്ടൻ ലോട്ടറിയൊക്കെ ആയിട്ട് നടക്കുവാണ്. എൻ്റെ ഫ്രണ്ട് ലോട്ടറിയൊക്കെ വാങ്ങിച്ച് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ ക്യാമറ ചെയ്യുമ്പോൾ പുള്ളി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കൂട്ടിക്കോണേ. ഇത് എത്ര രൂപ? എല്ലാവരും സഹകരിച്ച് കച്ചവടം ചെയ്തു തരും. ഞാൻ അങ്ങനെ ഇരുന്നാൽ മതി. ചേച്ചി ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്തോളും. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെന്താണ് ഈ ലോട്ടറി ഓട്ടോറിക്ഷക്കാർ, ലോട്ടറിക്കാർ, ഇവരെല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ ഇതിന് എത്ര രൂപയാ? അതിന് 20 വെച്ചിട്ട് 40 രൂപ. ഇതിന് 40 രൂപ. 60 രൂപ. ഇതിന് എത്ര രൂപ? 30 രൂപ. ഇപ്പൊ എത്രയായി? 90. ഇതിന് എത്ര രൂപയായി? 190. ഇതിന് എത്ര രൂപയായി? ഇത് രണ്ടിനും കൂടി 50. ഞാൻ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ വാരി വിളിച്ചെടുക്കുന്ന ആളാണ് കേട്ടോ. സഞ്ചി നിറച്ച് കൊണ്ടുപോണതാ. ഞാൻ കാണാറുണ്ട്, ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്, ബിരിയാണി മുഴുവൻ വാങ്ങാറുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്നില്ല, ഇത് ആർക്കെങ്കിലും കൊടുക്കും. ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ ഇത് എത്ര രൂപയാണ് ഇപ്പം? 190. ഓക്കെ. അപ്പോൾ ചേച്ചിയെ കണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിക്കാതെ പോകുന്ന മോശമല്ലേ? പ്രത്യേകിച്ച് ഇവിടെ ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് വന്നിട്ട് നമ്മുടെ കുറച്ചധികം ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ഓരോരുത്തർക്ക് കൊടുക്കാമോ കേട്ടാ? പിന്നെ കുറച്ച് നമുക്കും കഴിക്കാം. 190. ഓക്കെ. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ കച്ചവടത്തെ ഉഷാറായി കൊടുക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പുന്നത്തൂർ ആനക്കോട്ട.
വരുമ്പോൾ ചേച്ചി എല്ലാ ദിവസവും ഇവിടെ കാണുമല്ലോ? എല്ലാ ദിവസവും കാണും. ചൊവ്വാഴ്ച ദിവസം വരില്ല. അതെന്താ ചൊവ്വാഴ്ച ദിവസം വരാതെ? ലീവ് എടുക്കണ്ടേ, വയ്യാണ്ട. ഒരു ദിവസം ലീവ് എടുക്കണ്ടേ? വയ്യാത്തയാണ് കേട്ടോ, കാലൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കച്ചവടത്തെയാണ് മാക്സിമം നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. വെറുതെ ഇരിക്കരുത്, വയ്യാന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. വയ്യെങ്കിലും നമ്മൾ പണിയെടുക്കണം അല്ലേ? പണിയെടുക്കുക, പവർ കാട്ടുക, പണിയെടുക്കുക, പവർ കാട്ടുക, അത്രേ ഉള്ളൂ.